ചേട്ടാ ഇതൊന്നും നോക്കി പുളിഞ്ചിക്കായിട്ട് വെച്ചുള്ള അസല് മത്തിക്കറി മതി. വീഴും. ഇത് കുഞ്ഞളിയെ വീഴും. ചേട്ടാ ഇതൊന്നും അങ്ങോട്ട് വെക്കാം. ഓരോ ദിവസവും നീ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ കണ്ട് അവന്റെ കണ്ണ് തളർന്നു. ഞാൻ വെട്ടും. ഇതൊക്കെ കുഞ്ഞളി മാമിന് വേണ്ടി ഉണ്ടാക്കി വെക്കണതാ. എനിക്ക് തന്നില്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയും. പണ്ട് മാമനെ ഓടിക്കാൻ വേണ്ടി അച്ഛനും അച്ഛന് തമാശ പറഞ്ഞു വെച്ച് മോന് സീരിയസ് ആയിട്ട് കണ്ട വല്ല കാര്യമുണ്ടോ? ഇതില് മോൻ എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാ ഒന്നോ രണ്ടോ എടുത്തോ. അങ്ങനെ വഴിക്കുവാ എടുത്തോട്ട് ഒന്നും മിണ്ടായിരുന്നാ മതി. ദേഷ്യപ്പെടണ്ട, നമ്മൾ സംയമനം പാലിക്കണം. പണ്ടത്തെ കാര്യങ്ങളൊന്നും കുഞ്ഞളിയന്റെ മനസ്സിൽ കയറാൻ ഒരവസരവും നമ്മൾ കൊടുക്കരുത്. മനസ്സിലായി. അതെ, പെട്ടെന്ന് ജോലി തീർക്കണം. വെളുപ്പിന് 5 മണിക്ക് ഇവിടുന്ന് തിരിച്ചാലേ 9 മണിക്ക് വിമാനത്താവളത്തിൽ എത്തൂ. All passengers traveling on Qatar Airways flight QR608 to Doha are requested to proceed for security check. എന്തോരം കാറുകളാ. കത്തിൽ എഴുതിയിരുന്ന പോലെ ജയറാമിനെ കൊണ്ടുപോകാൻ വന്ന സിനിമാ സംവിധാനത്തിലെ കാറുകളായിരിക്കും. നമ്മൾ വിട്ടുകൊടുത്തിട്ട് വേണ്ടേ? ഇതിലേതായിരിക്കും സിനിമാ അയ്യോ, അസല് വിക്രമ മാമൻ. അതേ വൃത്തികെട്ട രൂപം. ശാസ്ത്രത്തിന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളെ. അയ്യോ, കനകാംബര മാമി മല്ലിക മാമി പോലെ. ഇടിക്കാൻ വരുവാണ് കേട്ടാ. പിന്നെ അമ്മാവൻ തന്നെ. അമ്മാവൻ ഇവിടെ എയർപോർട്ട് കൊടുക്കാൻ പോണെന്ന് പറഞ്ഞു. വില പറയാൻ വന്നതാ. നീ എന്താ ഇവിടെ? അവരെന്തിനാ ഇവിടെ? ആര്? എന്തുകൊണ്ട് കെട്ടിടല്ല സുഖേട്ടാ? കുഞ്ഞളിയനെ കണ്ട ഉടൻ നീ പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു മോൾ. അപ്പോ അയ്യോ, ഇവരൊക്കെ എന്താ ഇവിടെ? നിങ്ങൾ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഞാനിവിടെ മല്ലിപ്പൂ വാങ്ങിക്കാൻ വന്നതാ. അയ്യോ, എവനും വന്നാ? പണ്ടാരാണ്ട് ഒരു വലത്തെ സഹോദരനായി വിമാനം കണ്ടുപിടിച്ചത്. ഞാൻ സ്കൂളിൽ പഠിച്ചതാ. നമ്മൾ ഗോപാലപുരത്ത് തിരിച്ചെത്തി. Aircraft with your boarding card. Thank you. നീയൊക്കെ എന്തിനാണോ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. പോത്തിന് ചാണകം പാൽ നടക്കുന്നവരും തുണി പൊടിച്ച് മുടിയേണ്ടവരൊക്കെ വിമാനത്താവളത്തിൽ കിടന്ന് കറങ്ങുന്നു. എന്നെ ഭർത്താവിനെ പറഞ്ഞല്ലോ സുഖേട്ടാ. പോത്തിന്റെ ചാണകം പറഞ്ഞ കൈ കൊണ്ട് ചേട്ടത്തൊണ്ണം പൊട്ടിച്ചോണ്ടല്ലോ. കത്രിക പിടിക്കുന്ന കയ്യാത്. കത്രിയും പൂട്ടുമൊക്കെ നിന്റെ കയ്യിലുള്ളൂ. എന്റെ ഇരട്ടക്കൊരു തോക്കുണ്ട്. പിന്നെ നിന്റെയൊക്കെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഇപ്പോഴാണ് എനിക്ക് എല്ലാം പിടികിട്ടിയത്. Your attention please. Air India announces the arrival of its flight AI509 from Dubai. Dubai. Announcing the arrival of Air India. അമ്മാവേ, ഇനി നമുക്ക് ഇരിക്കാം. Discount of 30 to 50% on all products. സുഖേട്ടാ, അതവനാണല്ലോ. ഞാൻ വിശ്വനാഥൻ. മാമൻ, വിക്രം മാമൻ. വളർത്താനാണോ കൊല്ലാനാണോ വിളിക്കണേ? മൂന്നായിരിക്കും ബുദ്ധി. കയ്യിലുള്ള കാശ് മുഴുവൻ കൊണ്ട് സിനിമ പിടിക്കും. നീ അങ്ങനെയൊന്നും ചെയ്യലടാ. തെക്കേലെ സുമതി ചേച്ചിയുടെ മോൻ സിനിമ എന്ന് പറഞ്ഞത് പാമ്പ് കൊത്തി. എന്റെ ചക്കര സിനിമ പിടിക്കാനത് പോലെ
എനിക്ക് മൂത്രമൊഴിക്കണം. എന്നാ ഞങ്ങളെ കൂടെ അമ്മാവരെ കൊണ്ട് ഒഴിപ്പിക്കും. മീനന്താ? എടാ ഹലോ, ഇത് ഞാനാ. നീയായിരുന്നു. ഞാൻ കരുതി അറബി ആയിരിക്കുമെന്ന്. പറ. എടാ, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എയർപോർട്ടിൽ വന്നെത്തി. എടാ, എനിക്ക് ആകെ പേടിയായിട്ട് വയ്യ. എന്നെ സ്വീകരിക്കാനായിട്ട് എന്റെ ബന്ധുക്കളൊക്കെ വന്ന് നിൽക്കുക. എന്നെ സ്നേഹിച്ച് കൊന്നോണ്ടിരിക്കാന്ന്. അളിയാ, നീ എന്തൊക്കെ നോണേടാ കത്തിലെഴുതി പിടിപ്പിച്ചത്? എടാ, അവരുടെ മുമ്പിൽ നീ 50 കോടി ലോട്ടറി അടിച്ചവനാ. അങ്ങനെ ഒരു കള്ളക്കഥ ഞാൻ ഉണ്ടാക്കിയ കത്തെഴുതിയത്. 50 കോടി ലോട്ടറി അടിച്ചതാ എനിക്കാ? അതേടാ, നിനക്ക് തന്നെ. നീ എന്തൊക്കെയാ പറഞ്ഞ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇവിടെ ഇതാ കുഞ്ഞളിയനെ 50 കോടി ലോട്ടറി അടിച്ചെന്ന് കേട്ടപ്പോ കൂടും കുടുക്കയായിട്ട് ഓടി വന്നേക്കുകയാണ്. ഏത് ലോട്ടറി? എന്ത് ലോട്ടറി? ദുബായിൽ 50 കോടി ലോട്ടറി ഉണ്ടോ? അടിച്ചാൽ അതുമായി നാട്ടിൽ വരാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി ഈ കാശിന്റെ ലഹരിയിൽ അവർക്കില്ലാതാകും. അല്ല, എന്തെങ്കിലും അറിഞ്ഞ? തൽക്കാലം നീ ഒന്നും അറിയണ്ട. എടാ, പണത്തിനോടുള്ള ആക്രാന്തത്തിന് ഒരു കൊട്ടു കൊടുക്കാൻ പറ്റിയ സമയമാണ്. ഓക്കെ മോനെ, നിനക്ക് അടുത്ത വിസ റെഡിയാകുന്നത് വരെ എൻജോയ് യുവർ ലൈഫ്. ഹലോ ഹലോ, എടാ, എന്റെ ദൈവമേ, 50 കോടി രൂപ ലോട്ടറി അടിച്ചെന്ന്. ദൈവം, ഇനി എന്തൊക്കെ സംഭവിക്കുമോ? അയ്യോ അയ്യോ, ഇതിപ്പോ കേറും. അളിയാ, ഈ പെട്ടിക്ക് നല്ല ഭാരമുണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്തോളാം. അളിയാ വന്നേ, ഞാൻ കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളും കാർ കൊടുത്തിട്ടുണ്ട്. ഞാൻ മൂത്തളി എന്റെ കാറിപ്പോ. ഈ കുടുംബത്തിലെ മൂത്ത കാരണവര് ഞാനാ. അവനൊക്കെ ടാക്സിയേ ഉള്ളൂ. എന്റെ സ്വന്തം കാറിൽ പോകാം. ഞാനങ്ങനെ എല്ലാ കാറിലും ഒരുമിച്ച് കയറണേ. ഒരു കാര്യം ചെയ്യാം. ആദ്യത്തെ 50 കിലോമീറ്റർ അമ്മാവിന്റെ കാറിൽ കയറാം. പിന്നെ മൂത്തളിയുണ്ട്, പിന്നെ പോത്തളിയുണ്ട്, പിന്നെ വിശ്വളിയുണ്ട്, പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആംബുലൻസിനകത്ത് കൊണ്ടുപോകും. പെട്ടിക്ക് തന്നെ അത് ഞാൻ പിടിച്ചോളാം. വേണ്ട, ഞാൻ പിടിച്ചോളാം.